സർക്കാരിന്റെ മദ്യനയത്തെ നിശിതമായി വിമർശിച്ച സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം. മദ്യലഭ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന നയവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് ദൗർഭാഗ്യകരമാണ്. ഇത് സർക്കാർ ഏത് ദിശയിലേക്കെന്ന് സൂചിപ്പിക്കുന്നതാണ്. മദ്യത്തിന്റെ വീര്യം കുറയുന്നത് കൊണ്ട് പ്രത്യാഘാതം ഇല്ലാതിരിക്കില്ല. ബക്കാഡി കമ്പനിയെ സഹായിക്കാനാണ് എന്ന പ്രതിപക്ഷ ആരോപണം ഗൗരവമുള്ളതെന്നും ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഉള്ള ആശങ്കകൾ ശ്രദ്ധേയമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. സർക്കാരിന്റെ മദ്യനയത്തിൽ നിശ്ചിത വിമർശനമാണ് സമസ്ത അവരുടെ മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ ലേഖനം ഉള്ളത്. ബജറ്റിലെ ഈ പ്രഖ്യാപനം അത് വെറും നികുതി പരിഷ്കരണം എന്ന വാദത്തിൽ ഒതുക്കാനാകില്ല. അത് വരാനിരിക്കുന്ന മദ്യനയത്തിൻ്റെ ഒരു സൂചനയാണ് എന്ന് മുഖപത്രം വിമർശിക്കുന്നു. സർക്കാർ ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് തന്നെ വേണം ഇതിനെ കാണുവാൻ. വീര്യം കുറഞ്ഞ മദ്യം പുതിയ ഉപഭോക്താക്കളെ സൃഷ്ടിക്കുമെന്ന ഭയം അടിസ്ഥാനരഹിതമല്ല. അത് മദ്യത്തിൻ്റെ വീര്യം കുറയുന്നു എന്നുള്ളത് സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സംഭവമല്ല എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണയിൽ മദ്യ ഉപഭോഗത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനാണ് ഇത് വഴിവെക്കുക എന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. അതുപോലെ ബക്കാഡി കമ്പനിയെ സഹായിക്കാനാണ് ഈ നയമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വളരെ ഗൗരവത്തിലുള്ളതാണെന്നും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയൽ ലേഖനത്തിൽ പറയുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ വിശദീകരണം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നുകൂടി സുപ്രഭാതം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഭരണകക്ഷിയിൽ നിന്നുള്ള ആശങ്കകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും KC വേണുഗോപാലിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അഭിപ്രായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അതായത് ഭരണത്തിലെ ഒരു കക്ഷി ഉന്നയിക്കുന്നതിനപ്പുറം ആഭ്യന്തര വകുപ്പ് ലഹരിയുടെ വേരിറക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഘടകകക്ഷികളെ മറ്റ് നേതൃത്വത്തിലുള്ളവരെയും വിശ്വസിപ്പിക്കാൻ കഴിയാതെ മദ്യനയവുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം രാഷ്ട്രീയ വിവേകമല്ല എന്നും വിമർശനത്തിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനെതിരെ പറയുവാൻ ഇടതുപക്ഷത്തിന് അവകാശമുണ്ടോ എന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം വീര്യം കുറഞ്ഞ മദ്യനയത്തിൻ്റെ തുടക്കം LDFിൻ്റെ കാലത്തായിരുന്നു ഓർമ്മിച്ചുകൊണ്ടാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ ലേഖനം അവസാനിക്കുന്നത്. എന്താണെങ്കിലും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുടെ ആദ്യ ഘട്ടമാണ് ഈ ഒരു ലേഖനത്തിലൂടെ സമസ്ത തുടങ്ങി വച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.